ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ചെറിയൊരു മോർണിംഗ് റുട്ടീനിലോട്ടാട്ടോ ഇന്നത്തെ വീഡിയോ കൊണ്ടുപോകുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞിന് പ്ലേ സ്കൂളിൽ പോകണം. അപ്പോൾ അവർക്കും ചെറിയൊരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. ഞാനാണെങ്കിൽ ടെൻഷൻ അടിച്ചാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണോ അവൾ എഴുന്നേറ്റ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒന്നിനും സംഭവിക്കത്തില്ല. അപ്പോൾ എഗ്ഗ് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ റൈസും അതുപോലെ കുറച്ച് വെജിറ്റബിൾസും കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്യാരറ്റ്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, ചെറിയൊരു ഉള്ളി, അതുപോലെ പയർ, അതൊക്കെ കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു, പക്ഷേ ഞാനതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എഗ് ഫ്രൈഡ് റൈസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എഗ് ഫ്രൈഡ് റൈസ് ആക്കി അവിടെ പാത്രത്തിലും കൂടെ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പണി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ അടച്ച് വെക്കത്തില്ല, കാരണം ചൂടോടുകൂടി അടച്ച് വെക്കില്ല, ചിലപ്പോൾ ചീത്തയായാലോ എന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കും. ഇതാകുമ്പോൾ ഈസി ആട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീരും. അല്ലെങ്കിൽ ചോറ്, കറി അങ്ങനെയൊക്കെ സെപ്പറേറ്റ് കൊടുത്ത് വിട്ടാലും അവൾ കഴിക്കില്ല, അത് ഫുള്ളൊന്നും കഴിക്കത്തില്ല. ഇതാകുമ്പം കോരി കഴിച്ചോളുമായിരിക്കും എന്ന് പ്രതീക്ഷ വിടുന്നു. മിസ്സ് പറയുന്നത് കഴിക്കുന്നുണ്ട്, കുറച്ചൊക്കെ കഴിക്കുന്നൊക്കെ ആട്ടോ പറയുന്നത്, അപ്പോൾ അറിയില്ല. അപ്പോൾ അത് റെഡിയാക്കിയിട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. രാവിലെ എഴുന്നേറ്റ് പിന്നെ ഒന്നിനും സമയം കിട്ടത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം, അവൾക്ക് കൊണ്ടുള്ള 3 ടിഫിൻ ആക്കണം, അങ്ങനെ ചട്ടപടയെന്ന് ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്ത് തീർക്കണം കേട്ടോ. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ക്ലീനും കൂടി ആക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് എടുത്ത പാത്രവും കൂടി ഒന്ന് കഴുകി വെക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഫോണൊക്കെ അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കുന്നതാണ്, തന്നെ ഉള്ളതുകൊണ്ടേ ഭയങ്കര പാടാണ്. അപ്പോൾ അവിടെ കുപ്പി ഞാൻ തിളപ്പിക്കാനായിട്ടിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ് വരുന്ന വഴിക്ക് പുള്ളിക്കാരത്തേക്ക് ഇത്തിരി പാല് വേണം, അത് നിർബന്ധം കേട്ടോ. അപ്പോൾ അതേ പാലിനുള്ള കുപ്പി തിളപ്പിച്ച് വെച്ചു. അപ്പോൾ ഇനി ആ പാത്രം കൂടെ കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് പാലും കൂടെ തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിക്കും. മിനിമലായിട്ട് പാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും കുറച്ച് കഴിക്കാൻ മതി. അതാണ് ഇപ്പോഴത്തെ എൻ്റെ പോളിസി. അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. എടുക്കുന്ന പാത്രം സിങ്കിലേക്ക് ഇടും, പിന്നെ അത് കഴുകാനായിട്ട് കുറേ നേരത്തെ പണിയാണ്. ഇപ്പോൾ രാവിലെ അത്യാവശ്യം മഴയും ചെറുതായിട്ടൊക്കെ തൂളുന്നുണ്ട്. അപ്പോൾ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മഴയാണല്ലോ, അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എഴുന്നേൽക്കാൻ മടിയാണ്. അപ്പോൾ എഴുന്നേൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൾക്കുള്ള കുറച്ച് പാലും കൂടെ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവളെ എഴുന്നേറ്റ് വന്നാലും അത് കൊടുത്തങ്ങ് നമുക്ക് മയക്കിയിരുത്താം, അങ്ങനെ വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ എത്രമാത്രം ക്ലിയറാണ്, അത്ര ക്ലിയർ അല്ലെന്ന് തോന്നുന്നു. ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് വെട്ടത്തിൻ്റെ ഒരു ചെറിയ കുറവാണ്. കാരണം അപ്പുറത്തെ റൂമിൽ ഹാളിലൊന്നും വെട്ടം ഇടത്തില്ല, കാരണം എല്ലാവരും ഉറങ്ങുമല്ലേ. അപ്പോൾ എല്ലായിടത്തും കൂടെ വെട്ടിയിട്ട് വെറുതെ അവർക്കൂടെ ഡിസ്റ്റർബൻസ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ പനങ്കൽക്കണ്ട കേട്ടോ പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് കഴുകിയിട്ടായിരുന്നു, പൊടിച്ച് വെച്ചിട്ടില്ല, പനങ്കൽക്കണ്ടം മേടിച്ച് വെച്ചേക്കാണ്. അപ്പോൾ അത് ആവശ്യത്തിന് നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴുകാനായിട്ട് ഇങ്ങോട്ട് മാറിയതാണ് ഇത്രയും സമയം എം ടി ആയിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് എന്തെങ്കിലും മാങ്ങ ഇരിപ്പുണ്ട്, അപ്പോൾ മാങ്ങാപ്പഴം കൊടുത്തു വിടാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ എന്നാൽ അതും കൂടി അങ്ങ് ചെയ്ത് വെക്കുവാണെങ്കിൽ പിന്നെ ആ ഭാഗം കഴിയുമല്ലോ. അപ്പോൾ ചെറിയ ടൗൽ വെച്ച് തുടച്ചിട്ട് വെള്ളത്തിലേക്കായിട്ട് അരിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഞാൻ അങ്ങനെയാണല്ലോ, പാത്രം കഴിക്കുന്നത് കൂടി മാറ്റി വെക്കും അതൊന്ന് തുടയ്ക്കാനായിട്ട്. അപ്പോൾ മാങ്ങ അരിഞ്ഞ് വെക്കാം. ഇപ്പോഴത്തെ പുള്ളിക്കാരുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനായിട്ട് അവിടുത്തെ ബാഗ് തുറന്നു കഴിയുമ്പോൾ ഫ്രൂട്ട്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കും. ഇന്നലെ എനിക്ക് അബദ്ധം പറ്റി, ഡ്രാഗൺ ഫ്രൂട്ട് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ കളറും അതെല്ലാം കൂടി കണ്ടപ്പോൾ ഞാൻ കൊടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെന്നാണ് മിസ്സ് പറഞ്ഞത്. അങ്ങനെ കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ, അയ്യോ കഴിച്ചില്ലല്ലോ, അപ്പോൾ എന്തായി. വീട്ടിലാണെങ്കിൽ നമുക്ക് പുറകാണെന്ന് എന്തെങ്കിലും കൊടുക്കാം, അവരും കൊടുക്കും കേട്ടോ. നല്ല കെയറിങ്ങൊക്കെയാണ് അവിടുത്തെ മിസ്സും അതുപോലെ ആയയൊക്കെ ആണെങ്കിൽ നല്ല കെയറിങ് കേട്ടോ. നമ്മൾ മേരിഗിരിയിലെ പ്ലേ സ്കൂളിലാണ്, മേരിഗിരി പബ്ലിക് സ്കൂൾ, കൂത്താട്ടുളം. എല്ലാവർക്കും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്കൂളാണ്. അപ്പം അത്യാവശ്യം കെയറിങ് നല്ല കെയറിങ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് അവിടെ തന്നെ വിടുന്നത്. അപ്പോൾ അതേ ഫ്രൂട്ട്സൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈൻ വഴി മേടിച്ചതാട്ടോ, ഫ്രൂട്ട്സൊക്കെ കുത്തി തിന്നാനായിട്ട്. നല്ലതാണ്, ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല വേർത്തായിട്ട് തോന്നി. 3 ട്രീ പോലെയാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പല ബേർഡ്സിൻ്റെ ആകൃതിയിലുള്ള ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണേ പുള്ളിക്കാരത്തേക്ക് കൊടുത്തുള്ളൂ, അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരില്ല, എല്ലാം വേസ്റ്റ് ആക്കിക്കളയും. അതുകൊണ്ട് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം ഇഡ്ഡലിത്തട്ട് ഒക്കെ കഴുകി എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വിശേഷങ്ങൾ പറയുന്നതോടെ നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്നാലിപ്പം മഴയാണ്, ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തോന്നിട്ടില്ല, ജസ്റ്റ് തോന്നിട്ട് മിറ്റം അടിച്ചിട്ട് കയറി വിട്ട് 2 ഭാഗമായിട്ടോ അത് അടിച്ച് തീർത്തു. കാരണം ഒന്ന് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മഴയായി, അത് നിർത്തി വെച്ചു. പിന്നെ മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പം പിന്നെ അടിച്ച് വരുവാണ് ചെയ്തത്. അങ്ങനെ മിറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി കുഞ്ഞിനെ വിളിക്കാൻ പോകണം. രാവിലെ എടുത്ത് വെച്ചിട്ട് ഞാനൊരു ഉച്ചയാറായപ്പോൾ അവിടെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പം പിന്നെ അവളെ വിളിക്കാൻ പോകണം. 3:30 വരെ ഉണ്ട് കേട്ടോ പ്ലേ സ്കൂളിൻ്റെ ടൈമിങ്. ഞാൻ 2:30 ആകുമ്പോൾ പോയി വിളിച്ചിട്ട് വരും.
സ്കൂൾ ബസ്സിലാക്കിയിട്ടില്ല, അത്ര ചെറുതല്ലേ, അതുകൊണ്ട് സ്കൂൾ ബസ്സിൽ അങ്ങനെ ആക്കിയിട്ടില്ല. അപ്പോൾ എണ്ണയൊക്കെ തൂത്തപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവൾക്ക് ചെറിയ ഇഡ്ഡലി കൊടുത്ത് വിടാമെന്നാണ് വിചാരിക്കുന്നത്. ഒത്തിരി വലുതാകുമ്പോൾ കാണുമ്പോഴും അയ്യോ മുറിച്ച് തിന്നുമ്പോഴും തീരുന്നില്ലല്ലോ എന്നുള്ള ഫീലിങ്സ് വേണ്ട. അപ്പോൾ കുഞ്ഞു ഇഡ്ഡലി ആകുമ്പം 1-2 തവണ മുറിച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ മാത്രമുള്ള ചെറിയ ഇഡ്ഡലി. അടുക്കളയൊക്കെ ആകെ മെസ്സിയായിട്ടോ കിടക്കുന്നത്, നമ്മൾ ആരും ശ്രദ്ധിക്കേണ്ട. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് വേണമെന്ന് ഒതുക്കി പറക്കിയൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ എല്ലാത്തിലും എണ്ണയൊക്കെ തൂത്ത് അവൾക്കുള്ള ഫസ്റ്റ് കുഞ്ഞു ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾക്കുള്ള ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ ഇന്നിപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ഓൺലൈൻ ബിസിനസ് തുടങ്ങിയായിരുന്നു. ഓൺലൈൻ ബിസിനസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ കുറച്ചില്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ്, പാലയ്ക്ക മാല, ഇൻവിസിബിൾ പാലയ്ക്ക ചെയിനായിരുന്നു എടുത്തിരുന്നത്. അത് എല്ലാം തന്നെ തീർന്നു കേട്ടോ, ഒരെണ്ണം കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ അത് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല, ജസ്റ്റ് ഒന്ന് എടുത്തൊന്ന് പരീക്ഷണം പോലെ നടത്തി നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓൺലൈൻ വഴി എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സമയം പോലെ ആലോചിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുഞ്ഞു ഇഡ്ഡലി അവൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. എൻ്റെ ശ്രദ്ധ മുഴുവൻ കൊലുസിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടോയെന്ന്, അവളാണെങ്കിൽ എഴുന്നേറ്റ് വരുന്നുണ്ടോയെന്നാണ്. വന്നു കഴിഞ്ഞാൽ ഒന്നും സമ്മതിക്കില്ല. അപ്പോൾ ആണെങ്കിൽ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകുമ്പം ഹസ്ബൻഡ് അറിയും അവൾ എഴുന്നേറ്റ് പോകുന്നുണ്ടെന്ന്. അപ്പോൾ പിടിച്ച് കിടത്തും, കൂട്ടത്തിൽ ഇറക്കി വിടില്ല. ഇപ്പോൾ ആണെങ്കിൽ പുള്ളിക്കാരി അത് മനസ്സിലുള്ളത് കൊണ്ട് എന്താ ചെയ്യുന്നത്, ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഹസ്ബൻഡിനെ തൊടത്ത് പോലുമില്ല. അപ്പോൾ അതൊക്കെ ഇറങ്ങി വാതിൽ തുറന്നിട്ട് ഒറ്റ ഓട്ടാ. അപ്പം പിടിച്ച് കിടത്തില്ലല്ലോ. പിള്ളേരൊക്കെ ആണെങ്കിലേ അവർക്ക് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ അവർ കണ്ടുവച്ചിട്ടാണ് കിടക്കുന്നത് തന്നെ. അങ്ങനെ ഇപ്പം അവൾക്ക് 3.5 വയസ്സായിട്ടോ. 3.5 വയസ്സായി. 4 വയസ്സ് കഴിഞ്ഞാലാണല്ലോ നമുക്കിപ്പം LKG ചേർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവളുടെ ഇഡലിയും എല്ലാം അടുപ്പേ വെച്ചു. അപ്പം ഞാൻ പുറത്തെ ഒരു ക്ലൈമറ്റ് കാണിച്ചു തരാനായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. റബ്ബർ തോട്ടാട്ടോ അങ്ങോട്ട്. അപ്പം മഴ തൂളുന്നുണ്ട് ചെറുതായിട്ട്, പക്ഷെ അത്ര കാര്യമായിട്ടില്ല. അപ്പോൾ അത് നമ്മളാണെങ്കിൽ സാമ്പാർ രാത്രിയിലേ ഉണ്ടാക്കിയാൽ വെച്ചായിരുന്നു കേട്ടോ. നല്ല ഉണ്ടാക്കിയ ഹസ്ബൻഡിൻ്റെ അമ്മയായിട്ടോ ഉണ്ടാക്കിയത്. അമ്മ ഉണ്ടാക്കി വെച്ചായിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പമായി, കാരണം രാവിലെ ഇനി കറിക്ക് വേണ്ടി നടക്കണ്ടല്ലോ. അപ്പോൾ ഇഡ്ഡലിയായി ചായ വെച്ചു, അരി ഇട്ടു, അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളവും എല്ലാ സ്ഥലവും ഫില്ലാട്ടോ. ഒരു അടുപ്പ് പോലും എൻ്റെ ആയിട്ടില്ല. അപ്പോൾ അതേ പാൽ ഞാൻ തിളപ്പിച്ചിട്ട് അത് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേ എൻ്റെ സ്വത്തുമണി ഇറങ്ങിയിട്ട് വന്നു. ഞാൻ ചോദിക്കുക സ്വത്തുമണി എന്ന് വിളിക്കുന്നതാണോ പൊന്നുമണി എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം, പക്ഷേ പുള്ളിക്കാരത്തേക്ക് സ്വത്തുമണി എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ പാലൊക്കെ കുടിച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് നേരം അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം കേട്ടോ. പണിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് കിട്ടത്തേ ഇല്ല. പുള്ളിക്കാരത്തേക്ക് രാവിലെ കുറച്ച് നേരം ഞാൻ പുള്ളിക്കാരുടെ കൂടെ വന്നിരിക്കണം. അപ്പോൾ ഹായ് ഒക്കെ പറയുന്നതാണേ. സുഖാണോ എല്ലാവർക്കും ചോദിക്കും. ഓക്കെ, കുളിക്കാൻ പോയാലോ? കുളിക്കാൻ പോവാ. ബ്രഷ് ചെയ്യണം. നീ പസ് ചെയ്യാൻ കുടിച്ച് വീട്ടിൽ വിട്ടു. സ്കൂളിൽ പോകണം. സ്കൂളിൽ പോയി. ആര്? ഞാനാ? സത്യം പറയാലോ, വീട്ടിലിപ്പോൾ ഞങ്ങൾക്ക് TV-യിൽ ഒരു പ്രോഗ്രാമും കാണാൻ പറ്റത്തില്ല. ജിയോ മച്ചാൻ്റെ വീഡിയോ അതുമാത്രമേ പെണ്ണ് വെപ്പിക്കത്തുള്ളൂ. ഇത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്കറിയില്ല അത് എങ്ങനെ കാണുന്നു. കണ്ടോണേ, അതാരാ പൊന്നുമണി ആ TV-യിലുള്ള? മച്ചാന്മാരോ? കൊച്ചിനെന്നാ മച്ചാന്മാരുടെ വീഡിയോ ഇഷ്ടം? മച്ചാന്മാരിനെയാണ് ഇഷ്ടം.